ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ വരാൻ പോകുന്ന ഹാപ്പി ന്യൂസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എന്നത്തെയും പോലെ നമുക്ക് കറണ്ട് എനർജി വെച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ്? ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ പ്ലാനിങ്ങുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നു, കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തോട്ട്സ്, ചിന്തകൾക്കാണ് പ്രാധാന്യം ഉള്ളത്. നിങ്ങൾ എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ് എന്ന് കാണുന്നുണ്ട്. ഈ വരാൻ പോകുന്ന ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നതിനെ എന്ത് ആക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അതിനെ ട്രിഗർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ്. ഏതോ ഒരു കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ന്യൂസ് വരാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കടം കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു ലഭിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു ഹെൽപ്പ് അത് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത്, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തിരിച്ചു കിട്ടുന്നു എന്നതായിരിക്കാം. നിങ്ങൾ കൊടുത്തതിനുള്ള റിസൾട്ട് ആണ് ഈ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എന്ത് പാസ്റ്റ് ആക്ഷനാണ് ഇത് ട്രിഗർ ചെയ്തിട്ടുള്ളത് നോക്കാം. 2 ഓഫ് സ്വോർഡ്സ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ആശങ്കപ്പെട്ട് നിന്നിട്ടുള്ള, എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ കഴിയാതെ നിങ്ങൾ നിന്നിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഹെൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഹാപ്പിനെസ് വരാൻ പോകുന്നത്. അതല്ലെങ്കിൽ മറ്റൊരാൾ തീരുമാനമെടുക്കാൻ കഴിയാതെ ലൈഫിൽ സ്റ്റക്കായി നിന്ന സമയത്ത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ധനപരമായിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കാം അത്. അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന് പകരമായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോഴും നിങ്ങളിലേക്ക് ഒരു ഹാപ്പി ന്യൂസ് എത്തിക്കാൻ പോകുന്നത്. എന്തോ ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കാണാതെ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. 6 ഓഫ് കപ്സ്. തീർച്ചയായിട്ടും ഇത് പാസ്റ്റിലുള്ള നിങ്ങളുടെ ഏതോ ഒരു ബന്ധമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസാണ് കേട്ടോ വരാൻ പോകുന്നത്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് റിലേഷൻ, ഒരു പാസ്റ്റ് സിറ്റുവേഷൻ, നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും പാസ്റ്റിൽ നിന്നുള്ള എന്തോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് കൊണ്ടുവരാൻ പോകുന്നത് നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഒരു ഹയസ്റ്റ് പോസിബിൾ ഔട്ട്കം, എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? പേജ് ഓഫ് കപ്സ്. വീണ്ടും ബ്യൂട്ടിഫുൾ എനർജി. പഴയ കാലവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. എന്തായിരിക്കും ഈ ഒരു ഹാപ്പി ന്യൂസിൻ്റെ ഫസ്റ്റ് സൈൻ? സ്റ്റാർ കാർഡ്. എന്ത് പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വരണമെന്ന് നോക്കൂ. നിങ്ങൾക്ക് സ്റ്റാർ എനർജി, പുതിയ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അത് ഏത് ഏരിയയിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഏത് ഏരിയയിൽ വേണമെങ്കിലും ആവാം. ഇവിടെ കപ്സ് എനർജി വന്നിട്ടുള്ളത് കൊണ്ട് ഇമോഷണൽ ഹാപ്പിനെസ്, അതായത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനമായിരിക്കാം വരുന്നത്. സ്റ്റാർ എനർജി എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിൽ നോക്കിയാലും അത് ഒരു വലിയ പ്രശ്നത്തിൽ നിന്നുള്ള ഒരു കരകയറലാണ്, പുതിയ പ്രതീക്ഷകളാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കിങ് ഓഫ് വാൻഡ്സ്. വിത്ത് ഫുൾ പാഷൻ. നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ഈ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്ത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്? മജീഷ്യൻ എനർജി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർഡ്സാണ് വരുന്നത്. നിങ്ങളൊരു പക്ഷേ ഈ മജീഷ്യൻ എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റർ എനർജിയാണ്. നിങ്ങൾ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത് സബ് കോൺഷ്യസ്ലി നിങ്ങൾ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ധനം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഴയ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഹോപ്സ് ആണ് നിങ്ങൾക്കുള്ളത്? 7 ഓഫ് സ്വോർഡ്സ്. ഓക്കെ, വീണ്ടും പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളപ്പോൾ ബോധപൂർവം തന്നെ ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഫൈനലി എന്താണ് നമ്മൾ കാത്തിരുന്ന ഹാപ്പി ന്യൂസ്? അത് എന്താണ് എന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നമുക്കിവിടെ 2 പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട്. ധനം ആണ് കേട്ടോ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ കിട്ടുമെന്ന് ഒരിക്കലും നിങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ഒരു എമൗണ്ട് ആണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ് ആയിരിക്കാം അത് തിരിച്ചു കൊണ്ട് തരുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക. നമുക്ക് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് ഹാപ്പിനെസ്, സന്തോഷം എന്ന് ആ വാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പൈസയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്.
ഒരു 3 മന്ത്സ് സമയം കൊടുക്കുക കേട്ടോ നിങ്ങൾ. ഇപ്പോൾ ഇന്ന് തന്നെ അല്ല കിട്ടാൻ പോകുന്നത്, ഒരു 3 മന്ത്സ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് 3 മന്ത്സിലേക്ക് ഉണ്ടാവും. അതിനുള്ളിലാണ് നിങ്ങൾക്കിത് കിട്ടാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിൽ, ലൈഫിൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.